ഡേ 6 ഓഫ് ബെസ്റ്റ് 10 ക്ലോസിംഗ് മെത്തേഡ്സ്. ദ റിവേഴ്സ് ക്ലോസ്. സെയിൽസിൽ തന്നെ ഏതൊരു ക്ലോസിംഗ് മെത്തേഡായിട്ട് കമ്പയർ ചെയ്താലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ദ റിവേഴ്സ് ക്ലോസ് എന്ന് പറയുന്നത്. സെയിൽ ക്ലോസ് ചെയ്യാനായിട്ട് കസ്റ്റമറെ പുഷ് ചെയ്യുന്നതിന് പകരം ഇവിടെ സെയിൽസ്മാൻ ദ റിവേഴ്സ് സൈക്കോളജി ടെക്നിക്ക് യൂസ് ചെയ്യുകയും എന്തുകൊണ്ട് കസ്റ്റമർ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് റൈറ്റ് ഫിറ്റ് അല്ല എന്ന രീതിയിൽ സംസാരിച്ച് കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാണ് ദ റിവേഴ്സ് ക്ലോസ് മെത്തേഡും ചെയ്യുന്നത്. മറ്റുള്ള ക്ലോസിംഗ് മെത്തേഡ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിവേഴ്സ് ക്ലോസ് വഴിയാണ് കൂടുതൽ സെയിൽസ് നടക്കാറ്. എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നോ അത് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ സൈക്കോളജിക്കൽ മൈൻഡ് സെറ്റ് തന്നെയാണ് അതിന് പിന്നിലെ പ്രധാന കാരണം. അതായത് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവില്ല എന്ന് സെയിൽസ്മാൻ കസ്റ്റമറോട് പറയുമ്പോൾ കസ്റ്റമർ അറിയാതെ തന്നെ കസ്റ്റമറുടെ മൈൻഡിൽ എന്തുകൊണ്ട് എനിക്കിത് വാങ്ങിക്കൂടാ എന്നൊരു തോട്ട് ഉടലെടുക്കും. ഈ ഒരു തോട്ട് കാരണം ആ പ്രോഡക്റ്റ് അവർക്ക് സ്യൂട്ടബിൾ ആവാനുള്ള റീസൺസ് കസ്റ്റമർ തന്നെ കണ്ടെത്തുകയും അവിടെ ക്ലോസിംഗ് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. റിവേഴ്സ് ക്ലോസ് മെത്തേഡിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ക്ലോസിംഗ് മെത്തേഡ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡീൽ ലോസ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ്മാൻമാർ മാത്രമേ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ധൈര്യപ്പെടൂ എന്നുള്ളതാണ്.